യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിച്ച് ഇപ്പോൾ ഇസ്രയേൽ പെട്ടുപോയിരിക്കുകയാണ്. അമേരിക്കയൊക്കെ വിചാരിച്ചിരുന്നത്, അമേരിക്കയും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും കരുതിയത് ആ കാര്യം ഇസ്രയേലിനെ ഏൽപ്പിക്കാം, മറക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാലും ഇസ്രയേൽ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകാം. എന്തായാലും ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങൾ ആക്രമിച്ച് തകർക്കുക തന്നെ വേണം. എന്നാൽ അത് നിയമപരമല്ലാത്തതുകൊണ്ട് നിയമമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഇസ്രയേൽ തന്നെ അത് ചെയ്യട്ടെ എന്നായിരുന്നു ആദ്യം അവരുടെയൊക്കെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യ ദിവസം തന്നെ ഒരു ശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ നേതാക്കളെല്ലാം കൊന്ന് ഇറാനെ വരിഞ്ഞു മുറുക്കണം, അതോടുകൂടെ കാര്യങ്ങൾ തീരും, പിന്നെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു മറക്ക് പിന്നിലുണ്ടായിരുന്ന ചർച്ച എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇറാന്റെ തിരിച്ചടികൾ വന്നതോടുകൂടെ ഇസ്രയേലിന് മാത്രം ഇത് സഹിക്കാൻ കഴിയാത്ത വിധം, മാത്രമല്ല ഇനിയും ആരും രക്ഷിച്ചില്ലെങ്കിൽ ഇസ്രയേലിന്റെ ഒരു കേന്ദ്രവും ബാക്കി ഉണ്ടാവില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇറാനും യൂറോപ്പും ഒക്കെ ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇറാന് നേരെ ഒരു ആണവായുധം ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇറാന്റെ കയ്യിലും ആണവായുധം ഉണ്ട് എന്ന ചില സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ആണവായുധം ഇസ്രയേലിനകത്തേക്ക് എത്തിക്കാൻ ഇറാന് പ്രയാസമുണ്ട്? ഒരു പ്രയാസവുമില്ല. ഇഷ്ടംപോലെ മിസൈലുകൾ ഏത് ഭാഗത്തും ഇസ്രയേലിന്റെ ഏത് പോയിന്റുകളിലും ഇപ്പോൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത മിനിറ്റുകളിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം പോലും ബാക്കി ഉണ്ടാവുകയില്ല. സാധാരണ വിലഞ്ഞിയിൽ തൊട്ട പോലെ ഇതിൽ നിന്ന് ഇപ്പോൾ കയറി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വലിയ ഗർത്തത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇനി അമേരിക്ക ഇറങ്ങിയാൽ അമേരിക്കക്ക് ആണവായുധം ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ഇറാനെ ആക്രമിക്കാൻ കഴിയുമോ? തീർച്ചയായും ആക്രമിക്കാം. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ അമേരിക്കക്ക് നേരെയും ആക്രമണങ്ങളും തിരിച്ചടിയും ഉണ്ടാകും. യഥാർത്ഥത്തിൽ അമേരിക്ക പ്രതിരോധിക്കുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ കപ്പലുകൾക്ക് സാധ്യമാണോ? അത്രയും ശക്തമായ പ്രഹരശേഷിയുള്ള ഈ മിസൈലുകൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ വന്നാൽ എന്ത് ചെയ്യുമെന്ന കാര്യം അമേരിക്കയും ചിന്തിക്കേണ്ടതുണ്ട്. കപ്പലുകളും അതുപോലെ തന്നെ നാവിക സംവിധാനങ്ങളും ഒക്കെ തകർക്കാൻ ഇറാൻ സജ്ജമാണ് എന്ന കാര്യം അമേരിക്കക്ക് അറിയാം. അപ്പൊ അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ അമേരിക്കക്ക് ഇപ്പോൾ നിലവിൽ ഇസ്രയേൽ ചെയ്യുന്ന പോലെ ഇറാനകത്ത് ആക്രമണം നടത്താൻ കഴിയും. പക്ഷെ ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കക്ക് കഴിയുമോ? അമേരിക്കയുടെ കടലിലുള്ള സംവിധാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, ഇതൊക്കെ സംരക്ഷിക്കാൻ സാധിക്കുമോ എന്നതൊക്കെയാണ് വലിയ പ്രതിസന്ധി. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ വിമാനവാഹിനി കപ്പലുകൾ ഇങ്ങോട്ടടുക്കാൻ സാധ്യതയില്ല. ഡീഗോ ഗാർഷ്യയിൽ നിന്ന് തന്നെ ആക്രമിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാലും അമേരിക്കയുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ധാരാളമുണ്ട്. ഖത്തറിലെ ഹദൈദ അടക്കമുള്ള ധാരാളം എയർബേസുകളുണ്ട്. ഇതൊക്കെ ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. പക്ഷെ പിന്നീട് ഈ താവളങ്ങൾ ബാക്കി ഉണ്ടാകുമോ? അത് ഉപയോഗിച്ച് ഇനി അമേരിക്കക്ക് യുദ്ധം നടത്താൻ സാധ്യമാണോ? ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അമേരിക്കക്കും ഇതിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. അമേരിക്ക ഇടപെട്ടാലും ഇറാന്റെ ആക്രമണങ്ങൾ ശക്തമായിരിക്കുമെന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് അമേരിക്കക്കും സംവിധാനിക്കാനുള്ളത്, അമേരിക്കക്കും പ്രതിരോധിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ഇറാന്റെ ആയുധങ്ങൾക്ക് മുന്നിൽ വിജയകരമായിരിക്കുമെന്നത് വലിയ രൂപത്തിൽ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ തങ്ങൾക്ക് പങ്കില്ല, ഇത് ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക മാറി നിൽക്കാനുള്ള സാഹചര്യം. പക്ഷേ നേരിട്ട് ഇറങ്ങേണ്ട ഒരു നിർബന്ധിത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇസ്രയേൽ തകരാനുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നിർബന്ധമായി ഇറങ്ങേണ്ടി വരും. ആ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരു ആണവായുധം ഉപയോഗിച്ചാൽ തീർച്ചയായും ഇറാനും അങ്ങനെ തന്നെ ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ചില സൂചനകൾ ഇറാൻ നൽകിയിട്ടുണ്ട്. ആണവ പോർമുനയുള്ള ഒരു മിസൈലിന്റെ ആകൃതിയിൽ ഒരു വസ്തു ഉണ്ടാക്കി അതിനെ മെല്ലെ തടഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. റുപ്പമ എന്ന് എഴുതിയിട്ടുണ്ട്, മേ ബി എന്ന് ഇംഗ്ലീഷിലും ഹിബ്രു ഭാഷയിലും ഒരു പക്ഷേ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അണവായുധം കൊണ്ട് കളിക്കേണ്ടതില്ല, അങ്ങനെ കളിച്ചാൽ അണവായുധം കൊണ്ട് കളിക്കാൻ തയ്യാറാണ് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെയെല്ലാം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയോ ബ്രിട്ടനോ ഇറങ്ങുകയാണെങ്കിൽ ചൈനയും, റഷ്യയുടെ കാര്യം എന്തെന്ന് അറിയില്ല, പക്ഷെ ചൈന വളരെ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ
ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കാത്ത അമേരിക്കയുടെ പതനം അടുത്തിരിക്കും എന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു.